ഈ യാത്ര എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലത്തേക്കാണ്, പാലക്കാട്ടേക്കാണ് ഞങ്ങൾ പോകുന്നത്. ചെറുപ്പം മുതലുള്ള ഒരാഗ്രഹമാണ്. സിനിമയിലൂടെയും ഫോട്ടോസിലൂടെയും ഒക്കെ കാണുമ്പം ഈ സ്ഥലം കാണണമെന്നും വലിയ ആഗ്രഹമാണ്. പക്ഷേ ഇപ്പോഴാണ് സാധിച്ചത്. അങ്ങനെ ഞങ്ങൾ എത്തി, ഫുഡ് കഴിക്കാൻ കയറി, ഞങ്ങൾ ഓരോ സ്ഥലങ്ങളായി കാണാനായി പോകാൻ തുടങ്ങി. ഞങ്ങളിപ്പോൾ ഉള്ളത് താമരപ്പാടത്താണ്, കൊല്ലംകോട് താമരപ്പാടം. അപ്പുറത്താണ് റീലിലൊക്കെ കാണുന്ന ക്ഷേത്രമുള്ളത്, രാമൻ്റെ. അപ്പോൾ വലിയ കാറ്റാണ് അടിക്കുന്നത്, നമുക്ക് സൗണ്ടൊന്നും ക്ലിയർ ആവില്ല. അപ്പോൾ നമുക്ക് ആ കാഴ്ച നെൽപ്പാടങ്ങൾക്ക് നടുവിലെ ചെറുമരങ്ങളും ആലുകൾ, കരിമ്പനകൾ, അതൊക്കെയാണ് ഈ പാടത്തിൻ്റെ ഭംഗി വളരെ മനോഹരമാക്കുന്നത്. അങ്ങിങ്ങായി കരിമ്പനകൾ ഒരുപാട് വളർന്ന് അതിശക്തമായ കാറ്റാണ്. കൊല്ലങ്കോട് തന്നെ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴിയിലാണ് നമ്മൾ. നടന്ന് കയറേണ്ടതായിട്ടുണ്ട്. വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം ഒരു 40 മീറ്റർ ഉള്ളിലേക്ക് നമുക്ക് വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് കടക്കാം. മാലിന്യം നിക്ഷേപിക്കാതിരിക്കാനുള്ള എല്ലാ കടമയും നമ്മുടേതാണ്. അതും പ്രകൃതി രമണീയമായ സ്ഥലമാണ്. പിന്നെ നമ്മൾ കുറേ വഴികളിലൂടെയൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴാണ് ചെറിയൊരു അരുവി അവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. പിന്നെ നമ്മൾ അവിടേക്ക് എത്തി. അങ്ങനെ അവിടെ കുറേ നേരം ഇരുന്നു. നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും കുഴപ്പമില്ല. കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ നമ്മൾ കുറച്ചുള്ളിലേക്ക് നടന്നപ്പോൾ ഒരു പാറക്കെട്ടുകളുടെ ഇടയിലോട്ടൊരു വഴി കണ്ടു. പിന്നെ നമ്മൾ അവിടേക്കൊന്ന് പോയി നോക്കി. അവിടെ കുറേ ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ചെറിയൊരു വെള്ളം, അരുവി പോലെ. പക്ഷേ അവിടെ കുറച്ചുകൂടെ വെള്ളം നല്ല രീതിയിൽ തെളിഞ്ഞ് കിടക്കുമായിരുന്നു. ഇറങ്ങാനൊക്കെ നല്ല രസമായിരുന്നു. കുറേ പാറക്കെട്ടുകളുടെ ഇടയിലൊക്കെ കയറി ഇരിക്കാം, ഫോട്ടോസൊക്കെ എടുക്കാം. അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്നു. നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഫോട്ടോസും വീഡിയോ ഒക്കെ എടുത്തു. നല്ല കിളികളുടെയൊക്കെ ശബ്ദമൊക്കെ ഉണ്ട്, അതൊക്കെ കേട്ട് കുറേ നേരം സ്പെൻഡ് ചെയ്ത് അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടാണ് നമ്മളവിടെ നിന്ന് തിരിച്ചത്. പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയി. കൊല്ലങ്കോട് ചെല്ലൻ ചേട്ടൻ്റെ ചായക്കടയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിലൊക്കെ കയറി അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച്. ഒരു പാവം മനുഷ്യൻ കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ നമ്മൾ ഫോട്ടോ എടുത്തോട്ടേന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ എന്താ മക്കളെ എടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു, ഒരു പരിപ്പുവടയൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ അടുത്ത് പോകുന്ന ഒരുപാട് റീലുകളിൽ കണ്ട ഒരു സ്ഥലമാണ്. ഒട്ടും അവിടെ പോകാൻ പറ്റുമെന്ന് വിചാരിച്ചതേ അല്ലേ. പക്ഷെ പറഞ്ഞപ്പോൾ എന്ത് പറ്റി, ആ സ്ഥലം അടുത്ത് തന്നെയാണെന്ന് അറിഞ്ഞു. അങ്ങനെ നമ്മൾ ആ സ്ഥലത്തേക്കാണ് പോകുന്നത്. പോകുമ്പോൾ തന്നെ നല്ല തിരക്കാണ്. ആ വഴിയിലേക്ക് കയറുമ്പോൾ തന്നെ അറിയാം, ഒരുപാട് വണ്ടികൾ, കുറേ ആൾക്കാർ പാർക്ക് ചെയ്തിട്ട് നടന്നു പോകുന്നു. കാണുമ്പോൾ തന്നെ പ്രത്യേകം നല്ലൊരു ഭംഗിയാണ്. നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലങ്കോട് തന്നെയുള്ള പ്രകൃതി ക്ഷേത്രത്തിലാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആഗ്രഹ സഫലീകരണത്തിനായിട്ട് ചിക്കനും കുമ്പളങ്ങയും ഇട്ട് കറി വെച്ച് ചോറ് കഴിക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാണിത്. ഏകക്ഷേത്രം. നിറയെ ആൽമരങ്ങൾ സമൃദ്ധമായി വളർന്നു നിൽക്കുന്നു. പിന്നെ അവിടെ കയറി തൊഴുത് പ്രാർത്ഥിച്ച് കുറേ നേരമൊക്കെ അവിടെ ഇരുന്ന്. നല്ല കാറ്റാണ്. നമ്മൾ പോയപ്പോൾ തന്നെ നല്ല ഉച്ച സമയമാണ്, പക്ഷെ നല്ല കാറ്റൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ചു. പിന്നെ നമ്മൾ അവിടുന്ന് നെല്ലിയാമ്പതിക്കാണ് പോയിക്കൊണ്ടിരുന്നത്. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, തിരക്കൊക്കെ കുറവായിരുന്നു. അതുകൊണ്ട് യാത്ര ചെയ്യാൻ നല്ല രസമായിരുന്നു. പിന്നെ നമ്മളൊരു വ്യൂ പോയിന്റിലെത്തി. അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു, ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ നമ്മളൊരു എസ്റ്റേറ്റ് കാണാനായിട്ടാണ് പോയത് കേട്ടോ. തേയിലയുടെയൊക്കെ ഒരു ഫാം, അങ്ങനെ എല്ലാം കൂടെ ആയിട്ടുള്ളൊരു എസ്റ്റേറ്റാണ് നമ്മൾ കാണാൻ പോയത്. അന്ന് കുറേ ദൂരോട്ട് കയറി ഉള്ളിൽ പോകണം. അവിടുന്ന് ഗേറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞ് ഒരുപാട് യാത്ര ചെയ്യണമായിരുന്നു.
അന്ന് അവിടെ കുറേ ഫുള്ള് കറങ്ങി സന്ധ്യയായി, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടെ തന്നെ ഒരു സ്റ്റേ ഒക്കെ സെറ്റാക്കി അവിടെ ആയിരുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ പുറപ്പെട്ടു. പിന്നെ നമ്മൾ കുറേ സ്ഥലമൊക്കെ കാണാൻ പ്ലാൻ ചെയ്തു, പക്ഷേ നമുക്ക് അന്ന് വൈകിട്ട് തന്നെ തിരിച്ചു പോകണമായിരുന്നു. പിന്നെ നമ്മളൊരു സ്ഥലത്ത് പോയി, അതൊരു തൂക്കുപാലമാണ്. അതിനുള്ളിലേക്ക് പോകുമ്പോൾ ഫുള്ള് കാടാണ്. പിന്നെ നമ്മൾ കുറേ നടന്നു ആ കാട്ടിനുള്ളിലേക്കൊക്കെ പോയി. നല്ല രസമാണ്, നല്ല സൈലൻ്റാണ്, കിളികളുടെ ശബ്ദമൊക്കെയാണ് കൂടുതലും, വെള്ളം ഒഴുകുന്നതിൻ്റെ ചെറിയൊരു ശബ്ദം. പക്ഷെ നല്ല തണുപ്പായിരുന്നു, ക്ലൈമറ്റ് നല്ല തണുപ്പായിരുന്നു. നമ്മൾ പോയ സമയത്ത് ചൂടേ ഇല്ലായിരുന്നു, നല്ല ക്ലൈമറ്റായിരുന്നു. അങ്ങനെ ഉള്ളിലൊക്കെ പോയി കാട്ടിൻ്റെ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ വെള്ളത്തിൻ്റെ അരുവിയുടെ അടുത്തൊക്കെ പോയി കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ ഞങ്ങൾ തിരികെ വീട്ടിലേക്കാണ് പോയത്.